ഹലോ ഗൈസ്, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എന്ത് പരിപാടിയാണെന്ന് ചോദിച്ചാൽ ഒരു പരിപാടിയില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ ഡ്രൈവർ ഷക്കിൽ വന്ന് ചോദിച്ച് സീക്കോ മാർക്കറ്റിലേക്ക് വരുന്നു. അങ്ങനെ അവൻ ആരും ആളില്ലാത്തതുകൊണ്ട് ഞാനും കൂടെ പോവാണ് ഗൈസ്. ഇനി നമ്മൾക്ക് സീക്കോയിൽ വെച്ച് കാണാം ഗൈസ്. അങ്ങനെ ചുമ കഴിഞ്ഞ് ഒന്ന് ഇറങ്ങി എഴുന്നേറ്റ് വെറുതെ ലാപ്ടോപ്പിൽ വല്ല പടമുണ്ടോ എന്ന് വെറുതെ ഇങ്ങനെ തപ്പിയിരിക്കുന്ന സമയത്ത് ഡ്രൈവർ ഷക്കിൽ വിളിച്ച് ചോദിച്ച് സീക്കോയിലേക്ക് പോകാൻ പച്ചക്കറി സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ എനിക്ക് വേറെ പണിയില്ലാത്തതുകൊണ്ട് ഞാനും അവനോട് വീക്കെൻഡ് ആയതുകൊണ്ട് സീക്കോയിൽ നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ പോകാൻ തീരുമാനിച്ചു. ഏകദേശം 3 മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി. നേരത്തെ ഇറങ്ങിയതുകൊണ്ട് റോഡിൽ വലിയ ട്രാഫിക്കൊന്നും ഇല്ല ഗൈസ്. പിന്നെ നാളെ സൗദി ഫൗണ്ടിങ് ഡേ ആയതുകൊണ്ട് റോഡിലൊക്കെ കുറേ സൗദി ഫ്ലാഗുകളൊക്കെ കാണാൻ പറ്റും. പിന്നെ സിറ്റിയിലൊക്കെ നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരിക്കും. കണ്ടുകൊണ്ട് ട്രാഫിക് കുറവായത് കൊണ്ട് നമ്മൾ സീക്കോയിൽ അരമണിക്കൂർ കൊണ്ട് എത്തി ഗൈസ്. നമുക്ക് നേരെ കാണുന്നതാണ് കിങ് ഫഹദ് മസ്ജിദ്, ഇവിടുത്തെ ഒരു മെയിൻ മസ്ജിദ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്നിറങ്ങി അവർ നേരെ പച്ചക്കറിയും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയി. എനിക്കൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ വെറുതെ റോഡിൽ നടന്നു ഗൈസ്. സാധാരണ സൗദിയിൽ നമുക്ക് ആളുകളൊക്കെ കാണുന്നത് കുറവായിരിക്കും. നിങ്ങൾ ഈ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിരിക്കും ഇവിടുത്തെ വിലക്കുറവും ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ. ഇവിടെ സാധാരണ എല്ലാവർക്കും വെള്ളിയാഴ്ചയാണ് ലീവ്. അതുകൊണ്ട് എല്ലാവരും ജുമ്മയ്ക്ക് ശേഷം വീക്ക്ലി സാധനങ്ങൾ വാങ്ങാൻ സീക്കോയിലാണ് വരുന്നത്. ഇവിടെ നമുക്ക് സാധാരണ എല്ലാ അത്യാവശ്യ സാധനങ്ങളും ബക്കാലയേക്കാൾ ചെറിയ വിലക്ക് കിട്ടും. അതുകൊണ്ടാണ് ആളുകളൊക്കെ ഇവിടെ വന്ന് വാങ്ങുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ സാധനങ്ങളും റോഡ് സൈഡിൽ വെച്ചാണ് വിൽക്കുന്നത്. പിന്നെ ഇത് വെള്ളിയാഴ്ച വന്നാലേ ഈ കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇതെനിക്ക് ആദ്യം കണ്ടപ്പോൾ ബാംഗ്ലൂരിലെ KR മാർക്കറ്റാണ് ഓർമ്മ വന്നത്. ഏകദേശം അതേപോലെയാണ് ഇവിടെ പുതിയതും പഴയതുമായ സാധനങ്ങളൊക്കെ ആളുകൾ വിൽക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ സെക്കൻഡ് ഹാൻഡ് ഫോൺ, ലാപ്ടോപ്സ്, സെക്കൻഡ് ഹാൻഡ് ഡ്രസ്സ് വരെ വിൽക്കുന്നത് കാണാൻ പറ്റും. പിന്നെ കുറച്ച് മുമ്പോട്ട് നടന്നപ്പോൾ അയാൾ ലൈവ് കോഴി വിൽക്കുന്നതാണ് കണ്ടത്. അയാൾ വീഡിയോ എടുക്കാൻ സമ്മതിക്കാതെ കൊണ്ട് ഞാൻ അവിടെ നിന്ന് മെല്ലെ മാറി. അപ്പോൾ നമ്മുടെ ഡ്രൈവർക്കും മറ്റേ പുള്ളിക്കും സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞതുകൊണ്ട് അങ്ങനെ നമ്മൾ നേരെ വണ്ടി റൂമിലേക്ക് തിരിച്ചു. സൗദി ഫൗണ്ടിങ് ഡേ ആയതുകൊണ്ട് കോർണർ സൈഡിലൊക്കെ നല്ല ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് നേരെ റൂമിൽ വന്ന് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങി ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.